ഹലോ. ഇതാ നോക്കിയേ, നമ്മൾ നേരത്തെ ഇത് ഫെലനോപ്സിസ് ഒക്കെ കിടന്നിരുന്ന ഒരു ഷെഡാണ്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം എയർ സർക്കുലേഷൻ നന്നായിട്ട് പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നെപ്പന്തസ് പോലുള്ള പ്ലാന്റുകളെയൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ നോക്കി നെപ്പന്തസുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടോ. നെപ്പന്തസിന് പറ്റിയൊരു ക്ലൈമറ്റാണ് കേട്ടോ ഈ ഒരു ഷെഡിൽ. കാരണം നന്നായിട്ട് കിഴക്കുന്ന് വരുന്ന എയർ നന്നായിട്ട് പാസ് ചെയ്ത് പോകും. നല്ല അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് വെറ്റക്കൊടിയും വേപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു തണുത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇതിനകത്ത്. അപ്പം നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ബിഗോണിയ നടാൻ തുടങ്ങിയില്ലേ. ബിഗോണിയ നമുക്ക് കുറേ അധികം പ്ലാന്റ്സ് നമുക്ക് ബിഗോണിയ ആയിട്ടുണ്ട്, സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ബിഗോണിയ നമ്മൾ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളെന്ന് കാണിക്കണ്ടേ. ഇതേപോലെ നമ്മൾ ബിഗോണിയ ഇന്നത്തെ പണികളാട്ടോ ഇതൊക്കെ. ബിഗോണിയ നമ്മളിങ്ങനെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാ നോക്കി, ഈ ഇരിക്കുന്ന എല്ലാം ബിഗോണിയ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഓരോ സെക്ഷനായിട്ട് നമ്മൾ ബിഗോണിയ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ബിഗോണിയ പ്രൊപ്പഗേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് ബിഗോണിയ എങ്ങനെയാണ് നമ്മളിപ്പോൾ സെയിലിനാക്കിയിട്ടുള്ള പ്ലാന്റുകളുടെ ഒരു സൈസും ഒക്കെ ഒന്നുകൂടി നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ഷെഡിൽ, അപ്പുറത്തെ ഒരു സ്റ്റാൻഡിൽ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വായോ, നമ്മൾ ആ ഷെഡിൽ ലീഫ് വെച്ചൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കണ്ടു. അപ്പം അതിൽ വളർന്ന സൈസുകൾ നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡുകളിലോട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റുകളാണ്. അതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അത്യാവശ്യം നല്ല ലഷായിട്ട് തൈകളോടെ, നിറച്ചും തൈകളോടായിരിക്കും ഒട്ടുമിക്ക പ്ലാന്റുകൾ നമുക്ക് കിട്ടുന്നത്. ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഭംഗി എന്താണെന്നറിയാമോ, പ്ലാന്റുകളുടെ ആ ഒരു ലീഫിൻ്റെ ബ്യൂട്ടി നമുക്ക് ശരിക്കും കിട്ടും. നമ്മൾ തണ്ടെടുത്ത് ഒടിച്ച് പലരും സൈഡിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ്, ചെറിയ ചെറിയ സക്കേഴ്സൊക്കെ ഒടിച്ച് വെച്ച് നടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നടുമ്പോൾ ഉള്ള ഒരു ചെറിയ വിഷമം എന്ന് പറയുന്നത്, ചെറിയൊരു അതിങ്ങനെ കോല് പോലെ നോക്കും, അതിനൊരു ബ്യൂട്ടി ഉണ്ടാവില്ല. പക്ഷെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നോക്കി എത്ര തൈകളാണ് വരുന്നത് നിൽക്കുന്നതെന്ന് നോക്കി. ഇത് നമ്മളുടെ ഒരു കേളി ടൈപ്പാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ്. അപ്പം ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ തരുന്നത്. ആ സ്റ്റാൻഡിലും കണ്ടില്ലേ, ആ സ്റ്റാൻഡിൻ്റെ താഴെയും ഒക്കെ നമ്മളിതുപോലെ ലീഫ് ഇങ്ങനെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതലും ഇങ്ങനെ ലീഫി പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ആ പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റേറ്റ് അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത്. ഒരു 80 to 100 റുപ്പീസിനാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ.